എന്താണ് പറയുന്നത്? എടുത്തോരൊക്കെ ഒന്ന് മാറിക്കടാ. സക്സസ്ഫുൾ ഡെബ്യൂ ഓഫ് അർഫാസ് ചോദിക്കൂ എന്താണ് എങ്ങനെയുണ്ടാണ് നിങ്ങളെ പറയേണ്ടത്? പക്ഷേ ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടറാണ് അർഫാസ്. ഇൻട്രൊഡ്യൂസിങ് അർഫാസ് അലി. ഇത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും DOP-യുടെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആദ്യത്തെ മലയാളം റിലീസാണ്. അപ്പോൾ കുറേ ഡെബ്യൂട്ടൻസ് ഉണ്ട് ഇതിൽ. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഒരു ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ക്രൂ ആയിരുന്നു അധികവും, അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ നല്ലത് പറയുള്ളൂ. പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് വിൽ വർക്ക് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുക. വ്യത്യസ്തമായ ചാനലാണല്ലോ, അപ്പോൾ മലയാളികൾ എങ്ങനെ എടുക്കുന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതിൽ ഏറ്റവും സേഫ് മലയാളത്തിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. കാരണം മലയാളം ഓഡിയൻസ് ആണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരുന്നതും. ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിന് ബാക്കി സ്റ്റേറ്റ്സിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവിടുത്തെ ഓഡിയൻസ് ഇത്രയും സെൻസിബിൾ അല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനത്തെ സിനിമകൾ വരാത്തത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഐ റിയലി ഹോപ്പ് പീപ്പിൾ വിൽ ഗോ വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഗിവ് us their love. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പാടില്ല. ഓ ഇല്ല, സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്വിസ്റ്റ് കൊടുക്കാം. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മാമിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അർഫാസ് വിളിക്കുമ്പോൾ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത് തന്നെ. അർഫാസിൻ്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തതിൽ എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സിൽ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് അത്രയും ക്ലാരിറ്റിയോടെ നമുക്ക് തോന്നില്ല നമ്മളൊരു പുതിയ ഡയറക്ടറോടെ വർക്ക് ചെയ്തത്. അത്ര സെറ്റ് ഫാസ്റ്റാണ്, അത്രയും ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ അല്ലേ, ഒരു പുതിയ ഡയറക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്കും കാണുമ്പം അത് നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ മെച്ചുവേർഡായിട്ട് അർഫാസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് we would be continuing working together for sure. He's like my family now. Very happy for him actually. 14 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിരിക്കുന്നത്. നാളെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു റിലീസിൻ്റെ ടെൻഷനിൽ തന്നെ ഒരു 10-15 കിലോ പറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അർഫാസിന്. അർഫാസിൻ്റെ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്യുന്നു ഉറങ്ങുന്നേ ഇല്ലാന്ന്. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു പടമാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അർഫാസിനും DOP അപ്പു അതുപോലെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മലയാളത്തിലുള്ള ഫസ്റ്റ് ലോഞ്ച്. അപ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സിനെ ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ. അപ്പം വെരി വെരി ഹാപ്പി, വെരി ടച്ച്ഡ്, എക്സൈറ്റഡ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വേറെ ലാംഗ്വേജിലേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം റീമേക്ക് ചെയ്യാനൊക്കെ അല്ലാതെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. നമ്മൾ പല സിനിമകളിലും ഡയറക്ടർ റിലീസ് കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഇതിലെ ഡയറക്ടർ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്ലൈമാക്സ് കൊണ്ട് ഡയറക്ടർ വിസ്മയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ